എലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ട് എയർടെൽ. ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് സ്റ്റാർലിങ്കിന്റെ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിക്കുന്നതിനായാണ് കരാർ. സ്പേസ് എക്സുമായി രാജ്യത്ത് ഒപ്പുവയ്ക്കുന്ന ആദ്യ കരാറാണിത്. അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, പറയൂ, നമ്മുടെ ഈ മൊബൈൽ നെറ്റ്വർക്കിന്റെ കാര്യത്തിലൊക്കെ തന്നെ വളരെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ. ഇപ്പോൾ മസ്കുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ കൂടിയാകുമ്പോൾ അത് കൂടുതൽ ഗുണകരമാകുമല്ലേ? തീർച്ചയായിട്ടും സ്മിത, അത് തന്നെയാണ്. അതായത് ഒരു നിർണായകമായിട്ടുള്ള ഒരു കരാറാണ് ഈ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായിട്ടാണ് ഇപ്പോൾ എയർടെൽ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൽ എയർടെൽ പറയുന്നത് ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് സ്റ്റാർലിങ്കിന്റെ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സ്റ്റാർലിങ്കിന്റെ ചില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ അത് എയർടെലിന്റെ ഇവിടെ നിലവിലെ രാജ്യത്തെ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ വിദൂര ദേശങ്ങൾ, അതായത് രാജ്യത്തെ വിദൂര ദേശങ്ങൾ കണക്ടിവിറ്റി, ആ വിദൂര ദേശങ്ങളിൽ കണക്ടിവിറ്റി സുഗമമാക്കുന്നതിനും അതിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നും എയർടെൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ബിസിനസ് സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഈ ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ, അതിൽ ഈ കണക്ടിവിറ്റിയുടെ, അതായത് അവിടെ ഇന്റർനെറ്റിന്റെ ലഭ്യത അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയും സുഗമമായ കണക്ടിവിറ്റി, അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ സുഗമമായ കണക്ടിവിറ്റി അടക്കം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ എയർടെൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ മറ്റ് കാര്യങ്ങൾ, അതായത് ഇതിൽ സ്പേസ് എക്സിന്റെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അംഗീകാരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തുടർന്ന് വരുന്ന മണിക്കൂറുകളിലോ അല്ലെങ്കിൽ ദിവസങ്ങളിലോ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും നിർണായക കരാറിലാണ് ഇപ്പോൾ എയർടെൽ ഏർപ്പെട്ടിരിക്കുന്നത്. സ്മിത, അതെ, ശരി. അതിന്റെ ആദ്യത്തെ ആ ഒരു പടി, പ്രാഥമികമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കരാർ ഒപ്പിടൽ. അത് സംഭവിച്ചിരിക്കുന്നു. എവിടെയാണെങ്കിലും ട്രംപണ്ണനും മസ്കണ്ണനും ബിസിനസ്സാണ് പ്രധാനം. എങ്ങനെയാണ് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്, പണം ഉണ്ടാക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് അവർ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ചിന്തിക്കുന്ന ക്രേസി ആയിട്ടുള്ള രണ്ടുപേരാണ്. അതെ.